പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ വേദന തിരിച്ചറിഞ്ഞ് 40 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയുടെ 9ാം ദിനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 8 ദിനങ്ങളിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേക ഹൃദയങ്ങളെ സ്വർഗത്തിൻ്റെ വേദനയ്ക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ ദൈവ ദൂഷകരും ദൈവ നിഷേധികളുമായ ആയിരക്കണക്കിന് ആത്മാക്കളെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് അവരെ ദൈവത്തിൻ്റെ പൊന്നോമന മക്കളാക്കി മാറ്റുവാൻ സ്വർഗമെന്ന് ഇടപെടുന്ന ദിവസമായിട്ട് നമുക്കിതിനെ കാണാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായിരുന്നു കൊണ്ട് ഷെഖേന ടെലിവിഷനിലൂടെ, ഷെഖേന യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഇത് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് മഴ പോലെ പെയ്തിറങ്ങുവാനായി നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് എല്ലാവരും ഭവനങ്ങളിലായിരിക്കുന്നവർ നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ഒരു അഭിഷേകമായി ഈ ശുശ്രൂഷയിൽ നിറഞ്ഞു നിൽക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആദിമസഭയിൽ സഹീയോൻ മാളികയിൽ ഇറങ്ങി വന്നതുപോലെ മഴ പെയ്തിറങ്ങുന്ന അനുഭവത്തോടെ പരിശുദ്ധാത്മാവേ, നീ കടന്നു വരണമേ എന്ന് ഹൃദയം മുറുങ്ങി ഒത്തിരി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മഴ പോലെ പെയ്തിറങ്ങി വാ പരിശുദ്ധാത്മാവേ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടൽ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ. മഴ പോലെ പെയ്തിറങ്ങി വാ. കരങ്ങളടിച്ച് ഒത്തിരി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഈശോ പറയുന്നു, ദാഹിക്കുന്നവരുടെ അടുക്കൽ വരട്ടെ. ദാഹിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് കുടുംബമായി, സമൂഹമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ചേർന്ന് പാടിക്കൊണ്ട് ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സംഭവിക്കട്ടെ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ. സംഭവിക്കും. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. നമുക്ക് പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ റൂഹായേ, പരിശുദ്ധ റൂഹായേ, ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സകല മക്കളിലെ രാജ്യങ്ങളിലേക്ക് നിന്റെ ശക്തി
ശക്തി അയക്കണമേ. അത്ഭുത വിടുതലിന്റെ ശക്തി അയക്കണമേ. ഓ കർത്താവിന്റെ വചനത്തിനായി ഹൃദയങ്ങളെ തുറക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഴ പോലെ പെയ്തിറങ്ങി വാ, നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പോലെ പെയ്തിറങ്ങി വാ. അമ്മ മാതാവിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവേ, ഈ മണിക്കൂറുകളിൽ അത്യുന്നത ദൈവത്തിന്റെ അത്ഭുതകരമായ സ്പർശനം, ദൈവനിഷേധികളായി മാറിപ്പോയ, ദൈവത്തെ ദുഷിക്കുന്ന, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയ കോടിക്കണക്കിന് മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അരുവി പൊട്ടിറങ്ങുവാനായി അമ്മേ പ്രാർത്ഥിക്കണമേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ സ്വർഗം കരയുകയാണ്, സ്വർഗം വേദനിക്കുകയാണ്. എന്താണ് അതിന് കാരണമെന്നറിയാമോ? ദൈവത്തിന്റെ മക്കളെ സാത്താൻ കൊണ്ടുപോകുന്നു. നെഹമ്യ പ്രവാചകന്റെ പുസ്തകത്തില് 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. നെഹമ്യ പ്രവാചകൻ പറയുകയാണ്, ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം. നിലത്തിരുന്ന് കരയുന്ന നെഹമ്യ പ്രവാചകൻ നമ്മളോട് പറയുന്നുണ്ട് അതിന് കാരണം. നെഹമ്യ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് ജീവിക്കുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. യെരുശലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ജെറുസലേം ദേവാലയം മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിക്കപ്പെട്ട സോളമൻ രാജാവ് പണിതീർത്ത ആ ദേവാലയത്തിന്റെ മതിലുകൾ തകർന്നു എന്ന് കേട്ടപ്പോ, അതിന്റെ വാതിലുകൾ കത്തിച്ചു കളഞ്ഞു എന്ന് കേട്ടപ്പോ, ദിവസങ്ങളോളം നിലത്തിരുന്ന് ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന നെഹമ്യ പ്രവാചകൻ ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ യഥാർത്ഥ ദേവാലയങ്ങളായ മനുഷ്യജീവിതങ്ങൾ, കൊറിന്തോസ് ലേഖനത്തിന്റെ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. നിങ്ങളാണ് ദൈവത്തിന്റെ ആലയങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവതി യുവാക്കൾ, കുടുംബജീവിതം നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, വയോധികരായ ധാരാളം മനുഷ്യർ, അതെല്ലാം ദൈവത്തിന്റെ ആലയങ്ങളാണ്. പക്ഷെ ഈ ആലയങ്ങളെ ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന്റെ വേദനയാണ് പ്രവാചകനെ നിലത്തിരുന്ന് കരയാൻ പ്രേരിപ്പിച്ചത്. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിലാപങ്ങൾ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ വിലാപമാണത്, ദൈവത്തിന്റെ ദീനരോധനമാണത്. അത് കേൾക്കാൻ ജെറമ്യ പ്രവാചകന് സാധിച്ചു. പ്രവാചകനോട് കുറിച്ചു വെച്ചിരിക്കുക, വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കമലക്കൾ ചിതറിക്കിടക്കുന്നു, സ്വർണം മങ്ങിപ്പോയി, തങ്കത്തിന് മാറ്റം വന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളാൻ ദൈവം സൃഷ്ടിച്ച, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനെ ഓർത്ത് കരയാൻ ഇന്ന് ആരാ ഉള്ളത്? ഈ 40 ദിവസത്തിന്റെ ശുശ്രൂഷകളിലൂടെ സ്വർഗം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായ വിഷയങ്ങൾ എടുത്ത് ധ്യാനിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുവാനായി
നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സമയത്തിൻ്റെ എല്ലാ അവസ്ഥകളും നമ്മൾ സമർപ്പിച്ച് തമ്പുരാന്റെ ഹൃദയത്തിന്റെ നോമ്പരവേറ്റു വാങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഒരു സഹോദരി എന്നോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയുകയായിരുന്നു. അവരുടെ ഒരു സുഹൃത്ത് അവരോട് പറയുകയാണ്, നിങ്ങളുടെ യേശു ഒരു ഗുണ്ടയല്ലേ, നിങ്ങളുടെ യേശു ഒരു ഗുണ്ടയല്ലേ? അപ്പോൾ ഇവർ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അവർ പറഞ്ഞു, ദേവാലയത്തിനുള്ളിൽ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി ആൾക്കാരെയൊക്കെ അടിച്ച് പുറത്താക്കിയ ഗുണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ എല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും അവരുടെ മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണാം, ആടുകളെയും കാളകളെയും ഒക്കെ അവൻ പുറത്താക്കുന്നുണ്ട്. പക്ഷേ അവൻ ഒരിക്കൽ പോലും ആ ചമ്മട്ടി കൊണ്ട് അവിടെ നിന്നിരുന്ന ജനങ്ങളെ അടിച്ചതായി പറയുന്നില്ല. എന്താ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വലിയ ദൈവ നിന്ന സംഭവിച്ചിരിക്കുക. നമ്മുടെ കർത്താവ് അടിച്ചവർക്ക് പുറവും താടിമീശ വരച്ചവർക്ക് കവിളുകളും കാണിച്ചു കൊടുത്ത, കുരിശിൽ തറയ്ക്കപ്പെട്ട് രക്തം വാർന്ന് മരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ലോകം മുഴുവനുള്ള സകല മനുഷ്യരെയും പിതാവിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട്, അപ്പാ അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച പൊന്നുതമ്പുരാനെ കുറിച്ച് ഈ ലോകത്തിൽ ഇതാ വികൃതമായ ഒരു ചിത്രം കടന്നു വരികയാണ്. യേശു ഒരു ഗുണ്ടയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഒരുപാട് ദൈവനിഷേധപരമായ സംഭവങ്ങൾ, വചനത്തെ വളച്ചൊടിച്ച് വചനത്തെ വിരൂപമായ അവസ്ഥയിൽ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്ന അപകടമെന്നറിയാമോ? ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കരുണയുള്ള, സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ രൂപത്തിന് പകരം ഒരു വികൃതമായ യേശുവിന്റെ രൂപം കടന്നു വരികയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ പിശാച് മറ്റൊരു ചിന്ത കൊടുക്കുന്നുണ്ട്, ഇങ്ങനൊരു യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, ഇങ്ങനൊരു യേശു, അങ്ങനൊരു യേശു അത് ദൈവമല്ല. ഇങ്ങനെ വ്യത്യസ്തമായ ചിന്തകളിലൂടെ ഇന്ന് കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിൽ സാത്താൻ തെറ്റായ ബോധ്യം കൊടുത്തുകൊണ്ട് അവരെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ. വെളിപാടിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന്റെ 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലകളിൽ ദൈവദൂഷണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം. തുടർന്ന് അവിടെ പറയുന്നുണ്ട്, ഈ മൃഗത്തിന് സർപ്പം എല്ലാ അധികാരവും സിംഹാസനവും വലിയ ശക്തിയും കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ മൃഗം എന്ത് ചെയ്തു? ഈ സർപ്പത്തെ ആരാധിക്കാൻ തുടങ്ങി. ആരാണ് ഈ സർപ്പം എന്ന് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയിരിക്കുന്ന സമയത്ത് സാത്താൻ അവിടെ കടന്നു വന്ന് ആ മനുഷ്യരോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന എല്ലാ മരങ്ങളുടെയും ഫലം ഭക്ഷിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടോ? ഒരു പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം ഞങ്ങൾക്ക് തിന്നാൻ അനുവാദമില്ല. ദൈവം പറഞ്ഞു, അത് തിന്നാൽ നിങ്ങൾ മരിക്കും. ആമേൻ. കൗശലപൂർവമായ രീതിയിൽ കൗശലക്കാരനായ സാത്താൻ, ഈ സർപ്പം, ഈ പുരാതന സർപ്പം അവരോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും,
നിങ്ങൾ ദൈവത്തെ പോലെയാകും. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യരത് ഭക്ഷിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? അവർ മരിച്ചില്ല. സാത്താൻ എന്താ പറഞ്ഞത്? ഇത് തിന്നാൽ നിങ്ങൾ മരിക്കുകയില്ല എന്ന് പറഞ്ഞു. അവരത് തിന്നു, അവർ മരിച്ചില്ല. അവർക്ക് ബോധ്യമായി ദൈവം പറഞ്ഞത് കള്ളമായിരുന്നു. ആ ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ സാത്താൻ അവിടെ പ്രവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ദൈവം അവിടെ പറഞ്ഞത് ഇത് തിന്നാൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുമ്പോൾ ആത്മീയമായി നീ മരിക്കും, ആത്മാവിൻ്റെ തലത്തിൽ നീ മരിക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. അത് തിരിച്ചറിയാൻ ഈ മനുഷ്യർക്ക് സാധിച്ചില്ല. അവരതിനു വേണ്ടി ശ്രമിച്ചില്ല. പിശാച് അവരോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. ജഡത്തിൽ അവർ മരിച്ചില്ല, പക്ഷേ ആത്മാവിൽ അവർ മരിച്ചു. ഞാനിത് പറയാൻ കാരണം, ഈ ഒരു തന്ത്രം ആദ്യകാലത്ത് ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സാത്താൻ കടന്നു വന്ന് ചെയ്ത ഈ കെണി അന്ന് മുതൽ ഇന്ന് വരെ അത് അതിശക്തമായി വിധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയതിനേക്കാൾ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞൊരു സത്യം എന്താണെന്നറിയോ? എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവരെപ്പോഴും ദൈവത്തോടു കൂടെ ജീവിച്ചവരാ. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലും വേദനകളിലും ദാരിദ്ര്യത്തിലുമൊക്കെ ദൈവം നമ്മളെ കരുതും മക്കളെ എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കളിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് നല്ല ചിന്തകൾ കിട്ടിയിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ, യുവാവായി തീരുന്ന കാലഘട്ടത്തിൽ കൂട്ടുകാരിൽ നിന്ന് എനിക്ക് തെറ്റായ ചിന്തകൾ കിട്ടാൻ തുടങ്ങി. ഞാനന്ന് കൂട്ടുകൂടി നടക്കുന്ന സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് ഒരു കൂട്ടുകാരൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? ഞാൻ പറഞ്ഞു, ദൈവത്തെ ആരാധിക്കാനാ. ദൈവം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ദൈവമുണ്ട്. നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷെ ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യങ്ങൾ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്ത് മുമ്പോട്ട് പോയപ്പോൾ ആ സുഹൃത്തിലൂടെ സാത്താൻ ഒരു ചോദ്യം ചോദിച്ചു. നീ പറയുന്ന ദൈവം ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത ആദവും ഹവ്വായും എവിടെയോ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരിക്കാം, ഒരു കുറ്റിക്കാട്ടിലായിരിക്കാം ഒളിച്ചിരിക്കുമ്പോൾ ദൈവം അവിടെ വന്ന് ചോദിച്ചു, മനുഷ്യ നീ എവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവരെന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ആദ്യ മാതാപിതാക്കൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത ഒരു പൊട്ടനാണ് ദൈവം. എന്നെ പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഈ ഒരു ചിന്ത ആ കൂട്ടുകാരൻ എന്നോട് പങ്കുവെക്കുമ്പോൾ ഈ ചിന്ത ഒരു വലിയ ഇൻസ്പിറേഷൻ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ആ രാത്രിയിൽ, പിറ്റേ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ശരിയാണല്ലോ അവർ പറയുന്നത്. പക്ഷേ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച്, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് എത്രയോ കാര്യങ്ങൾ എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സൺഡേ സ്കൂൾ പഠനത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വൈദികരുടെ പ്രസംഗങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഒന്നും ഇല്ലാത്തതിനേക്കാൾ വലിയ ഒരു പവർ ഞാൻ അനുഭവിക്കുകയായിരുന്നു. ചിന്തിക്കാൻ തുടങ്ങി ഞാൻ. ദൈവം പൊട്ടനാണ്. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി. ആ സമയത്താണ് എൻ്റെ മറ്റൊരു കൂട്ടുകാരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ ബൈബിളിൽ റോമർ ലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഒരു വചനം പറയുന്നുണ്ട്, പാപത്തിൻ്റെ വേദന മരണമാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്നിട്ട് കൂട്ടിച്ചേർത്തു, നീ പാപം ചെയ്തിട്ടില്ലേ? നമ്മളൊക്കെ പാപം ചെയ്തിട്ടില്ലേ? എന്നിട്ട് നമ്മൾ മരിച്ചോ? ഈ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ബൈബിൾ പഠിപ്പിക്കും, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം എൻ്റെ മുമ്പിലേക്ക് വരികയാണ്. എന്താണെന്നോ, വിശുദ്ധ ബൈബിളിൽ പറയുന്ന വചനം സത്യമാണെങ്കിൽ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ മരിക്കണം. എന്നിട്ട് നമ്മളൊന്നും മരിക്കുന്നില്ലല്ലോ. എൻ്റെ ചിന്ത വീണ്ടും അസ്വസ്ഥമാകാൻ തുടങ്ങി.
ദിവസങ്ങൾ കടന്നുപോയി. അപ്പോഴേക്ക് എൻ്റെ ഈ മനസ്സിൽ കടന്നു വന്ന ഇത്തരത്തിലുള്ള ചില വൈകൃതങ്ങളായ നിഷേധാത്മകമായ ചിന്തകൾ എന്നെ പതുക്കെ 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 എന്നെ ഒരു ചിന്തയിലേക്ക് എത്തിച്ചു, ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചു. ബൈബിളിൽ പറയുന്നതൊക്കെ കള്ളമാണ്. അച്ഛന്മാർ പ്രസംഗിച്ചതൊക്കെ കള്ളമാണ്. മാതാപിതാക്കൾ അവരുടെ അറിവില്ലായ്മയിൽ നിന്നുകൊണ്ട് അവരെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതൊക്കെ കള്ളമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അപകടം എവിടെ ചെന്നെത്തിയെന്നറിയാമോ? എൻ്റെ ഉള്ളിൽ ദൈവനിഷേധപരമായൊരു ചിന്ത കടന്നു വന്നു. ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് അതെന്നെ കൊണ്ടുപോയി. അപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവമില്ല എങ്കിൽ സ്വർഗമില്ല, സ്വർഗമില്ലെങ്കിൽ നരകമില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് കലാപരിപാടികൾ കാണാൻ വേണ്ടി അമ്പലപ്പറമ്പുകളിൽ പോകുമായിരുന്നു. കഥാപ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി പോകും. നിരീശ്വരവാദികളായ കഥാപ്രസംഗകാതികന്മാർ അവരുടെ കഥാപ്രസംഗങ്ങളുടെ ഇടയിൽ നിരീശ്വരവാദപരമായ അല്ലെങ്കിൽ യുക്തിവാദപരമായ കാര്യങ്ങൾ അവർ പറയാൻ തുടങ്ങി. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാ. പണം ഉണ്ടോ നിനക്ക് സ്വർഗം, പണമില്ലേ നിനക്ക് നരകം. അപ്പോൾ ഈ ഭൂമിയിലാണ് സ്വർഗവും നരകവും. ഈ ഭൂമിക്ക് അപ്പുറത്തുള്ള സ്വർഗവും നരകവും കാത്തിരുന്ന് നമ്മൾ നശിക്കേണ്ടവരല്ല. സ്വർഗവും നരകവും ഇവിടെ തന്നെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഒരുപാട് കഥാപ്രസംഗങ്ങൾ കേട്ട് നാടകങ്ങൾ കണ്ട് അങ്ങനെയുള്ള കലാരൂപങ്ങളിലൂടെ എൻ്റെ ഉള്ളിലെ ദൈവനിഷേധപരമായ ചിന്ത അത് വളർന്നു. ക്രമേണ ഞാൻ മദ്യപിക്കാൻ തുടങ്ങി, ഞാൻ പുകവലിക്കാൻ തുടങ്ങി. ഈ ലോകത്തിലെ അശുദ്ധമായ മേഖലകളിലേക്ക് ഞാൻ കടന്നുപോയി. കാരണം എന്താണെന്നറിയാമോ? ഏത് പാപം ചെയ്താലും സ്വർഗമില്ല, നരകമില്ല, ദൈവമില്ല, ശിക്ഷയില്ല, അന്തിവിധിയില്ല, ഇതൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ മാതാപിതാക്കള് അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് അവർ പഠിപ്പിച്ചത്. ജീവിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ കെട്ടിച്ചമച്ച ഒരു കഥയാണിതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിരീശ്വരവാദപരമായ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. കാറൽ മാർക്സിൻ്റെയൊക്കെ ലെനിൻ്റെയും എംഗൽസിൻ്റെയൊക്കെ പുസ്തകങ്ങൾ കോളേജ് ലൈബ്രറിയിൽ നിന്നെടുത്ത് ഞാനത് പഠിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ക്രമേണ തികഞ്ഞ മദ്യപാനിയായി ഈ ലോകത്തിൻ്റെ സകല അശുദ്ധിയുടെയും പിന്നാലെ പരക്കം പായുന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിയപ്പോഴേക്ക് എന്ത് സംഭവിച്ചെന്ന് കേൾക്കണോ? പിശാചിൻ്റെ അടുത്തൊരു കെണി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അത് നിരാശയാണ്. നിരാശ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ബന്ധനത്തിൽ ഞാൻ അകപ്പെട്ടു. ഈ ലോകത്തിൽ ഞാൻ എന്തൊക്കെയോ നേടാൻ വേണ്ടി ആഗ്രഹിച്ച് ഓടി നടന്നെങ്കിൽ ഞാൻ എങ്ങോട്ട് ചിന്തിച്ചാലും എങ്ങോട്ട് നോക്കിയാലും അവിടെ ഒന്നും ഒരു പ്രത്യാശയില്ലാത്ത അവസ്ഥ. മാതാപിതാക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പള്ളി പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്കിരിക്കുന്നുണ്ട്, അതല്ലാതെ അതിനപ്പുറത്ത് ഒരു ദൈവ ഭയം എൻ്റെ ഉള്ളിലില്ല. നിങ്ങൾക്ക് കേൾക്കണോ പ്രിയപ്പെട്ടവരെ? ഇന്നിവിടെ ഇരിക്കുന്ന അനേക മാതാപിതാക്കള്, ഇന്ന് ഇതിൻ്റെ മുമ്പിലിരുന്നത് കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങള് അവരുടെ മക്കളെ ഓർത്ത്, അവരുടെ സഹോദരങ്ങളെ ഓർത്ത് ഒരുപക്ഷെ കരയുന്നുണ്ടാകും. കാരണം ഞാൻ ഈ പറയുന്ന അവസ്ഥകൾ ഇന്നത് അത് നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങള് ഇന്ന് ലോകത്തിലുണ്ട്. യൂറോപ്യൻ സഭകളില് ദേവാലയത്തിൽ ചെറുപ്പക്കാർ വരുന്നില്ല, കുഞ്ഞുങ്ങൾ വരുന്നില്ല. എന്താ കാരണമെന്നറിയാമോ? അവരുടെ ഉള്ളിൽ ഈ ദൈവമില്ല എന്ന് പറയുന്ന ഒരു ചിന്ത കടന്നു വന്നിരിക്കുക. പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്നത് 10-30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അവസ്ഥയാണിത്. ദൈവത്തെ നിഷേധിച്ച് ജീവിച്ച അവസാനം നിരാശയ്ക്കടിപ്പെട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തു. എൻ്റെ ചിന്ത ഇതായിരുന്നു: സ്വർഗവും നരകവും ഒന്നുമില്ല, അന്തിവിധിയൊന്നുമില്ല. ഈ ലോക ജീവിതത്തിൽ ജീവിതം നിരാശപ്പെട്ടു. ഇനി എന്തിനാ ജീവിക്കുന്നത്? ജീവിതം അവസാനിപ്പിക്കുക. ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ആത്മഹത്യ. ഞാൻ പല മാർഗങ്ങളിലൂടെ ശ്രമിച്ചു. സ്ലീപ്പിംഗ് പിൽസ് 36ഓളം സ്ലീപ്പിംഗ് പിൽസ് പൊടിച്ച് വെള്ളത്തിൽ കലക്കി ഞാൻ കുടിച്ചു. അബോധാവസ്ഥയിലായി എന്നെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ കരം എന്നെ തൊട്ടു. ഞാൻ അവിടുന്ന് അപകടനില തരണം ചെയ്ത് ഞാൻ സൗഖ്യത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം മെർക്കുറി എന്ന് പറയുന്ന ഒരു കെമിക്കൽ, ഏതെങ്കിലും മരത്തിൻ്റെ തൈത്തടിയിൽ മെർക്കുറി കയറ്റി വെച്ചാൽ മരം ഉണങ്ങിപ്പോകും. ഈ മാരക പോയിസൺ ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. മരിക്കാൻ വേണ്ടി കാത്തു കിടക്കുക. 3.5 മാസത്തോളമായി ഞാൻ മെർക്കുറി കുത്തിവെച്ച ഭാഗത്ത് മാംസം മുകളിലേക്ക് വളർന്നു വരുന്നത് കണ്ട് എൻ്റെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
ബയോപ്സി ടെസ്റ്റിന് വേണ്ടി എന്നെ ഓപ്പറേഷന് കൊണ്ടുപോയി. അപ്പോഴാണ് ഈ മെർക്കുറി കണ്ടെടുക്കുന്നത്. ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അതിനുശേഷം നാട് വിട്ടുപോയി. ചെന്നൈയിൽ ചെന്നു മരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവിടെയും ഞാൻ പരാജയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, തനി ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥ, മരിക്കാൻ ശ്രമിച്ചിട്ട് മരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. ഈ സമയത്തൊക്കെ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടി അതിശക്തമായി പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ എൻ്റെ തകർന്ന ജീവിതം കണ്ട് ഹൃദയം ഉരുകി ഒരു പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രവാചക പുസ്തകത്തിൽ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ കുടുംബത്തിൽ കർത്താവ് കഷ്ടതകളും സഹനങ്ങളും അനുവദിച്ചു. എൻ്റെ അമ്മ മാരകമായ രോഗിയായി, എൻ്റെ ഒരു സഹോദരി മാരകമായ രോഗിയായി. ആ രോഗാവസ്ഥകളെല്ലാം, ആ വേദനകളെല്ലാം എൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി അവർ യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കേൾക്കണോ ദൈവത്തിന്റെ ഇടപെടല്? 1992 എൻ്റെ നാട്ടിലെ ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ, വീട്ടുകാര് നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ ആ കൺവെൻഷന് പോകാൻ തയ്യാറായതാ. ആ കൺവെൻഷനിൽ വെച്ച് ദൈവത്തിന്റെ വചനം എന്നെ തൊട്ടു. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരിക എന്നുള്ള ഗാനം എൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് എൻ്റെ ദൈവം എന്നെയോർത്ത് കരയുന്നു എന്നുള്ള ചിന്തയോടെ ഞാൻ ആ കൺവെൻഷനിൽ പങ്കെടുത്തു. അതിനുശേഷം ഞാൻ ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ വെച്ച് ദൈവത്തിൻ്റെ ജീവന്റെ വചനം അതെൻ്റെ ഹൃദയത്തിലും ബുദ്ധിയിലും തുളച്ചു കയറിയപ്പോൾ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 49-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഈ സ്നേഹത്തിന്റെ സ്പർശനം, ഈ വചനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എൻ്റെ ജീവിതം സമ്പൂർണ്ണമായി ഞാൻ കർത്താവിന് സമർപ്പിച്ചപ്പോൾ ഒരു പുതിയ അഭിഷേകം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി, നയിക്കാൻ തുടങ്ങി. എൻ്റെ ബുദ്ധിയിൽ നിറഞ്ഞു നിന്ന അന്ധകാരത്തെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി പ്രകാശം വീശി എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ തുടങ്ങി. ഏദൻ തോട്ടത്തിൽ ദൈവം ചോദിച്ച ചോദ്യം എന്താ? മനുഷ്യ, നീ എവിടെ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിശുദ്ധാത്മാവ് നൽകി. നീ ഇന്നലെ വരെ എൻ്റെ കാലച്ച് കേട്ട് നീ കാത്തിരുന്നു എന്നെ കാണാൻ. ഞാൻ ഈ ഏദൻ തോട്ടത്തിലേക്ക് വരുമ്പോ എൻ്റെ അരികിലേക്ക് നീ ഓടി വരുമായിരുന്നു. ഇന്നോ നീ എൻ്റെ അരികിൽ നിന്ന് നീ ഓടി ഒളിക്കുകയാ. മനുഷ്യ, നിന്റെ ഇന്നത്തെ അവസ്ഥ നിനക്കറിയാമോ? നീ എവിടെയാ? നീ ഇപ്പോൾ എവിടെയാ? എൻ്റെ സാന്നിധ്യത്തിന്റെ മുമ്പിലായിരുന്ന നീ, ഇന്നലെ വരെ എൻ്റെ സ്നേഹത്തിന്റെ മുമ്പിലായിരിക്കാൻ ആഗ്രഹിച്ച നീ ഇന്ന് എൻ്റെ അരികിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥയിലേക്ക് നീ മാറിയില്ലേ? ഇതാണ് ദൈവം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. റോമർ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ്ലീഹായിലൂടെ ദൈവം പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണമാണ്, പാപത്തിന്റെ വേതനം മരണമാണ്. എന്താ അതിന്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്താണെന്നോ? മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവരിൽ സംഭവിക്കുന്ന ഭീകരമായൊരു മരണമാണ് ആത്മാവിന്റെ തലത്തിലുള്ള മരണം. ആത്മാവ് നഷ്ടപ്പെടുമ്പോ, ദൈവം നഷ്ടപ്പെടുമ്പോ അവൻ ദൈവ നിഷേധിയായി മാറുന്നു, അവൻ ദൈവം ഇല്ലാത്തവനായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ തുടങ്ങിയപ്പോൾ, എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു ബോധ്യം കിട്ടി. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പരമപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തണമെങ്കിൽ എന്നിൽ പരിശുദ്ധി ഉണ്ടാകണമെന്ന്, ആ പരിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണമെന്ന്, പരിശ്രമിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോഴേക്ക് എൻ്റെ മാതാപിതാക്കൾ അനുഭവിച്ചു കൂട്ടിയ വേദനയ്ക്ക്, അവര് ചൊരിഞ്ഞ കണ്ണുനീരിന് കണക്കില്ല. 56-ാം സങ്കീർത്തനത്തില് 8-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, അവിടുന്ന് എൻ്റെ കണ്ണീർക്കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ച് പാപത്തിന്റെ കറപുരണ്ട് തകർന്നു കിടക്കുന്ന മക്കളെ
വിശുദ്ധീകരിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള വലിയൊരു ബോധ്യം നമ്മൾ തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, തകർന്നു പോയ ജീവിതങ്ങളെ ഓർത്ത്, പള്ളിയിൽ പോകാതെ പ്രാർത്ഥനയ്ക്ക് കൂടാതെ മാതാപിതാക്കളെ ധിക്കരിച്ച് അഹങ്കാരത്തിലും അശുദ്ധിയിലുമായി ജീവിക്കുന്ന മക്കളെ ഓർത്ത് കരയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം സ്വർഗം കരയുന്നത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സ്വർഗത്തിന്റെ വേദനയോട് നിങ്ങളുടെ ഈ വേദനയെ ഒന്ന് ചേർത്ത് വെക്കുമ്പോ, യേശു ക്രിസ്തുവിന്റെ മുറിപ്പാടുകളോട് നിങ്ങളുടെ ഹൃദയത്തിന്റെ നൊമ്പരം ഒന്ന് ചേർത്ത് വെക്കുമ്പോ, സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് നിന്റെ മകനെ, നിന്റെ മകളെ നിനക്ക് തരുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞത് 10-30 വർഷത്തിന് മുമ്പുള്ള കഥയാ. അന്ന് വായിച്ച പുസ്തകങ്ങളിലൂടെ, കേട്ട കൂട്ടുകാരിൽ നിന്ന് കേട്ട സംഭവങ്ങളിലൂടെയാണ് ഞാനെന്ന വ്യക്തി ഈ ദൈവനിഷേധിയായി, ദൈവദൂഷകനായി മാറിയെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്നും കൂടെ തിരിച്ചറിയണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അമ്മമാരുടെ ഒരു സമ്മേളനത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ മക്കൾ പഠിക്കാനിരിക്കുന്ന മുറിയിൽ, നിങ്ങളുടെ മക്കൾ കിടന്നുറങ്ങുന്ന മുറിയിൽ ആരൊക്കെയാണ് കയറി വരുന്നത്, ആരൊക്കെയാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? എന്നാൽ മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു, ചിലപ്പോൾ നിങ്ങൾ പറയും, പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ മക്കളുടെ മുറിയുടെ മുമ്പിൽ ഞങ്ങൾ കാവൽ കിടക്കിയ, ഞങ്ങളുടെ ചങ്കിൽ ചവിട്ടിയല്ലാതെ ആ മുറിക്കുള്ളിൽ മറ്റൊരാൾക്ക് കയറാനോ ഇറങ്ങാനോ സാധിക്കത്തില്ല. അത്രമാത്രം മക്കളെ ഞങ്ങൾ കരുതുന്നു, ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. പരിശുദ്ധ പിതാവ് വീണ്ടും പറഞ്ഞത് ഇങ്ങനെയാ, മാതാപിതാക്കളെ, അമ്മമാരെ, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. നിങ്ങൾ ആ മുറിയുടെ വാതിലിൽ കാവൽ കിടക്കുന്ന സമയത്തും നിങ്ങൾ അറിയാതെ അനേക വ്യക്തികൾ നിങ്ങളുടെ മക്കളുടെ മുറിയിലേക്ക് കയറി വരുന്നുണ്ട്, ഇറങ്ങി പോകുന്നുണ്ട്. എങ്ങനെയാണെന്നോ, ഇന്റർനെറ്റിന്റെ വാതിലുകൾ അവരുടെ മുമ്പിൽ നിന്ന് തുറന്നു കിടക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പിതാവ് ഇത് പറയുന്നത് 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്. പരിശുദ്ധ പിതാവ് അത് പറയുന്ന ആ കാലത്തേക്കാൾ ഈ കാലഘട്ടം വീണ്ടും നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരിയുടെ വെളിച്ചത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ 1.5 വർഷമായി വീട്ടിലായിരുന്നു കൊണ്ടാണ് ഇന്ന് പഠനം നടത്തുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഇന്റർനെറ്റ് കണക്ഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ കയ്യിലാണ് ഇതിരിക്കുന്നത്. എത്ര മണിക്കൂറാണ് അവർ ഈ ഇന്റർനെറ്റ് കണക്ഷനിലൂടെ അവർ പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ നമ്മുടെ മക്കള് പഠിക്കുകയാണോ എന്ന് നമുക്കറിയാൻ പറ്റുമോ? എത്ര മാതാപിതാക്കൾക്ക് യൂട്യൂബിൽ കയറാൻ, ഗൂഗിളിൽ കയറാൻ അറിയാം? 1ാം സ്റ്റാൻഡേർഡ് മുതൽ CBSE സിലബസിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്. നെറ്റിൽ കയറാനും ഒക്കെ അവർക്കറിയാം, അത് ലോക്ക് ചെയ്യാൻ അവർക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയില്ല. നമുക്ക് ആർക്കും അറിയുന്നതിനേക്കാൾ വലിയ പരിജ്ഞാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇവിടെയാണ് പിശാച് മുതലെടുക്കുന്നത്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇന്ന് ധാരാളം ക്ലബ് ഹൗസ് പോലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളിലൂടെ തെറ്റായ ചില ഗ്രൂപ്പുകൾ, ദൈവത്തെ നിഷേധിക്കുന്ന ചില ഗ്രൂപ്പുകളിലൂടെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ബുദ്ധിയിലേക്ക്, ചിന്തയിലേക്ക് ദൈവനിഷേധപരമായ ചിന്തകൾ സ്വീകരിക്കുന്നുണ്ട്. ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നെഹമ്യ പ്രവാചകൻ നിലത്തിരുന്ന് കരഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിലത്തിരുന്ന് കരയാൻ സമയം മാറ്റിവെക്കുന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കളെ ഓർത്ത് കരയേണ്ട അവസ്ഥ തൊട്ടടുത്താണ്. അധിക കാലമൊന്നും അതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം. ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് അമ്മയുടെ മൊബൈൽ ഫോൺ എടുത്ത് നെറ്റിൽ നിന്ന് വീഡിയോ ഗെയിം എടുത്ത് കളിക്കുക. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് ഇത് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, ഈ കുഞ്ഞിനറിയാമോ ഈ നെറ്റിലൊക്കെ കയറാൻ? അമ്മ പറയുകയാണ്, അവനറിയാം, അവന് നെറ്റുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ എവിടെ പോയി നിൽക്കുക?
നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ഒരുപക്ഷെ പള്ളിയിൽ പോകുന്നുണ്ട്. അതൊക്കെ മിക്കവാറും നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. ഓർക്കണമേ, ഇന്ന് അനേക ചെറുപ്പക്കാർ, അടുത്ത ദിവസങ്ങളിൽ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടതാണ്. അവൻ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അവൻ പബ്ജി എന്ന് പറയുന്ന പിശാചിന്റെ ഗെയിം കളിച്ചു കൊണ്ടിടക്കിയ അവന്റെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വെളിപാടിന്റെ പുസ്തകത്തില് 13-ാം അധ്യായത്തില് അതിന് 5-6 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ദൈവദൂഷണവും വൻപും പറയുന്ന ഒരു വായ് അതിന് നൽകപ്പെട്ടു. 42 മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരം നൽകപ്പെട്ടു. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പിശാച് ഈ കാലഘട്ടത്തിൽ ദൈവ ദൂഷണത്തിന്റെ വൻപ് പറയുന്നതിന്റെ ഒരു വലിയ ശക്തിയായി ഇന്ന് ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ മാതാവ് ഈ അവസ്ഥയെക്കുറിച്ച് 1984 ഓഗസ്റ്റ് മാസം 15-ാം തീയതി അമ്മ നൽകിയൊരു സന്ദേശത്തിൽ ഇങ്ങനെ പറയുകയാണ്. യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും അകന്ന് അപകട സാധ്യതയിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ വഴുതിപ്പോകുന്ന സമയമാണിത്. സന്യസ്തരുടെ ഇടയിൽ പോലും തെറ്റുകൾ പ്രചരിക്കപ്പെടുന്നു. അവ പത്രങ്ങളിലും മറ്റും നിമിഷങ്ങൾക്കുള്ളിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചിന്തിച്ചു നോക്കിയത്, ഇന്ന് സന്യസ്തരുടെ ഇടയിൽ പോലും എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത്, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പോലും ഇന്ന് ഇത്തരത്തിലുള്ള തെറ്റായ ബോധ്യങ്ങൾ അപകട സാധ്യതയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി സംജാതമായി കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1917 ഫാത്തിമയിൽ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകുമ്പോൾ അമ്മ പറയുകയുണ്ടായി, മക്കളെ, റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റഷ്യ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഒരു പൈശാചിക സിദ്ധാന്തം ഈ ലോകത്തിൽ വ്യാപിക്കുമെന്ന് പറഞ്ഞു. ആ സന്ദേശം ആരും സ്വീകരിച്ചില്ല, ആർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. എന്ത് സംഭവിച്ചെന്നറിയാമോ? റഷ്യയിൽ നിന്നൊരു പൈശാചിക സിദ്ധാന്തം ലോകം മുഴുവൻ വ്യാപിച്ചു. പരിശുദ്ധ അമ്മ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഷഫാനോ ഗോപി എന്ന് പറയുന്ന വൈദികന് പരിശുദ്ധ അമ്മ സന്ദേശം നൽകിയ സമയത്ത് 1985 ഒക്ടോബർ മാസം 13-ാം തീയതി അമ്മ പറയുകയായിരുന്നു, ചുവന്ന വ്യാഘ്രത്തിൻ്റെയും കറുത്ത മൃഗത്തിൻ്റെയും കീഴിലുള്ള ശക്തമായ സൈന്യനിരയും ഞാനും തമ്മിലുള്ള മഹത്തായ യുദ്ധത്തിൻ്റെ സമയമാണിത്. വീണ്ടും അമ്മ പറയുന്നു, ദൈവത്തെ നിഷേധിക്കാനും അവനെതിരെ വിപ്ലവത്തിനൊരുങ്ങുവാനും എല്ലാ മനുഷ്യരെയും പ്രേരിപ്പിക്കുന്ന മാർക്സിസ്റ്റ് ഭൗതികവാദവും മേസണറിയുമാണത്. വീണ്ടും പറയുന്നു, ദൈവത്തെ പോലെ ആരാധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പനകളെ തൃണവൽക്കണിക്കുന്ന ലൂസിഫറാണ് അതിന്റെ തലവൻ. ദൈവത്തെ നിഷേധിക്കുന്ന നാശഗർത്തത്തിലേക്ക് നിബന്ധിച്ച ആത്മാക്കളും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പൈശാചിക ശക്തി ഈ കാലഘട്ടത്തിൽ ഇതാ നിരീശ്വരവാദ പ്രസ്ഥാനത്തിലൂടെ ഇന്ന് ലോകത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥ പുസ്തകത്തിൽ CCC 2125 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് മതാത്മകത എന്ന സുഹൃതത്തിനെതിരായുള്ള ഒരു പാപമാണ് നിരീശ്വരവാദം. 2 കൊറിന്തോസ് 6-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് ബന്ധമാണുള്ളത്? 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരണം. ഈ ദൈവനിഷേധികളുടെ കൂട്ടായ്മകളിൽ നിന്ന്, അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത് ഈശോയുടെ സന്നദ്ധിയിൽ അവിടുത്തെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ ഏറ്റെടുത്ത് അത് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്.
അല്ലാതെ ഒരു വിധത്തിലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നേടിയെടുക്കാൻ സാധിക്കില്ല. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, 1975 ഒക്ടോബർ മാസം 18-ാം തീയതി അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് ഇങ്ങനെ പറയുകയാണ്, സമരം ചെയ്യുന്നതിനും ഈ പോരാട്ടത്തിൽ വിജയം വരിക്കുന്നതിനും ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ആയുധം നിന്റെ പ്രാർത്ഥനയും നിന്റെ സഹനവുമായിരിക്കും. നിന്റെ പ്രാർത്ഥനയും നിന്റെ സഹനവുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ മാതാപിതാക്കള് 8.5 വർഷക്കാലം എനിക്ക് വേണ്ടി സഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ, എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എന്നെ നേടിയെടുക്കുവാൻ സാധിച്ചെങ്കിൽ ഇന്ന് സ്വർഗം നമ്മളെ വിളിക്കുക. സ്വർഗം നമ്മളെ വിളിക്കുക. വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ 2-ാം അധ്യായം ഇതാ 18-19 വാക്യങ്ങളിലൂടെ പറയുന്നു, സിയോൻ പുത്രി നീ ഉറക്കെ നിലവിളിക്ക്, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ. നീ വിശ്രമിക്കരുത്, നിന്റെ കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു കിടക്കുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി, ഇവിടെ വിശന്ന് കിടക്കുന്ന മക്കള്, എന്താ സംഭവിച്ചത്? ദൈവത്തെ നഷ്ടപ്പെട്ടത് മൂലം വിശന്ന് കിടക്കുന്ന മക്കള്, ദൈവത്തെ നഷ്ടപ്പെട്ടത് മൂലം വിശന്ന് കിടക്കുന്ന മക്കള്. പ്രിയപ്പെട്ടവരെ, എഫേസ്യസ് ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചു പോയി. ഈ ബുദ്ധിയിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വരണം, ദൈവത്തിന്റെ അഭിഷേകം കടന്നു വരണം. യേശു ക്രിസ്തുവിന്റെ അതിശക്തമായ ആ പരിശുദ്ധ നാമത്തിന്റെ ശക്തി കടന്നു വരുമ്പോ ഏത് തിന്മയുടെ ശക്തിയും വിട്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഏത് തിന്മയുടെ ശക്തിയെയും പൂർണ്ണമായി എടുത്തു മാറ്റാനായി സാധിക്കും. 1983 ഒക്ടോബർ മാസം 4-ാം തീയതി പരിശുദ്ധ അമ്മ ഇങ്ങനെ പറയുകയുണ്ടായി, പ്രിയപുത്രന്മാരെ, സാത്താനും അവന്റെ വക്രവും അപകടകരവുമായ പാപവശീകരണങ്ങൾക്കും തിന്മയുടെ ശക്തമായ സൈന്യങ്ങൾക്കുമെതിരെ കർത്താവിന്റെ മാലാഖമാർ നിങ്ങൾക്ക് നൽകുന്ന വിശേഷ സഹായത്തിന് പുറമെ സുരക്ഷിതവും അജയ്യവുമായ ഒരു ആയുധം കൂടി നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. ഈ ആയുധമാണ് നിങ്ങളുടെ പ്രാർത്ഥന. അമ്മ പറയാണ്, അണുശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തമാണ് ഈ പ്രാർത്ഥന. ഞാൻ പ്രത്യേകമായി ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന പരിശുദ്ധ ജപമാലയാണ്. ഇതുകൊണ്ടത്രേ ഞാൻ നൽകിയ പല ദർശനങ്ങളിലും ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന് പലപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നത്. പിശാചിന്റെ അഹങ്കാരം ശിശുക്കളുടെ എളിമയാൽ വീണ്ടും പരാജിതമാക്കപ്പെടുക. അമ്മ വീണ്ടും പറയുകയാണ്, ഞാൻ അവനെ വലിയ ചങ്ങല കൊണ്ടല്ല, ഏറ്റവും ബലഹീനമായ ഒരു ചരട് കൊണ്ട്, പരിശുദ്ധ ജപമാല കൊണ്ട് ബന്ധിക്കുമ്പോൾ താൻ നിസ്സംശയം താഴ്ത്തപ്പെട്ടുവെന്നും തോൽപ്പിക്കപ്പെട്ടുവെന്നും പിശാച് കാണും. എത്ര മഹത്തായ ഒരു സന്ദേശം ഇത്! അമ്മ പറയാണ്, ഞാൻ വലിയ ചങ്ങല കൊണ്ടല്ല ഞാൻ അവരെ ബന്ധിക്കാൻ പോകുന്നത്, ഒരു എളിമയുടെ ചരട് കൊണ്ട്. അമ്മ പറയുന്നു, ആ ചരടെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ആ ചരടെന്ന് പറയുന്നത് അമ്മ പറയാണ്, അത് ജപമാലയാണ്. ആ ജപമാല എടുത്ത് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ അമ്മ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് പരമപ്രധാനങ്ങളായ സത്യങ്ങൾ ഇന്ന് പ്രസംഗിക്കപ്പെടുന്നില്ല. സ്വർഗം, നിങ്ങളെ കാത്തിരിക്കുന്ന സ്വർഗം, നിങ്ങളെ രക്ഷിക്കുന്ന കുരിശ്, യേശുവിൻ്റെയും എൻ്റെയും ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുന്ന പാപം, അസംഖ്യം ആത്മാക്കൾ ഓരോ ദിവസവും നിവദിച്ചു കൊണ്ടിരിക്കുന്ന നരകം, പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും അടിയന്തിരമായ ആവശ്യം, അവയൊന്നും ഇന്ന് പ്രസംഗ വിഷയമാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്ന് പ്രസംഗിക്കേണ്ട വിഷയമായത്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാ, ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല, ന്യായവിധിയില്ല, അന്ത്യവിധിയില്ല, എന്ത് ചെയ്താലും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ചിന്ത എന്നെ നിത്യമായ നിരാശയിലൂടെ എന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീര്, അവരുടെ പരിഹാര പ്രവൃത്തികൾ, അവരുടെ സഹനങ്ങൾ, അവരുടെ രോഗത്തിൻ്റെ വേദനകൾ യേശുവിൻ്റെ പീഡാനുഭവത്തോട് ചേർത്ത് വെച്ച് അവർ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന് എന്നെ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമ്മൾ ഓർക്കണം, പരിശുദ്ധ അമ്മ പറയുന്ന ഒരു സംഭവം കൂടി നമ്മളൊന്ന് കേൾക്കണം. പ്രിയപ്പെട്ടവരെ, അമ്മ പറയുകയാണ്, വിശ്വാസ സത്യങ്ങൾ അതിൻ്റെ വ്യക്തതയിലും പൂർണ്ണതയിലും പ്രചരിപ്പിക്കുവാൻ സഹായിക്കുന്ന മാധ്യമങ്ങൾ, പത്രങ്ങൾ ഇന്നിൻ്റെ വലിയ ആവശ്യമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ
ഇന്ന് TV ചാനലുകളിലൂടെ, മാധ്യമങ്ങളിലൂടെ ദൈവത്തെ, സഭയുടെ കുദാശകളെ, ദൈവിക സംവിധാനങ്ങളെ ഇന്ന് വളച്ചൊടിച്ച് വികൃതമാക്കി, മോശമാക്കി ദൈവജനത്തെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്ന വിധത്തിൽ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയാണ്, വിശ്വാസ സത്യങ്ങളെ അതിൻ്റെ വ്യക്തതയിലും പൂർണ്ണതയിലും പ്രചരിപ്പിക്കുവാൻ സഹായിക്കുന്ന പത്രങ്ങളെന്ന പരിശുദ്ധ അമ്മ 1984 ഓഗസ്റ്റ് 15 ഷഫാനോ ഗോപി അച്ഛനിലൂടെ പറയുന്നത് നമുക്കിന്ന് പറയാം. മാധ്യമങ്ങൾ, ഞാനിന്ന് പറയട്ടെ, ഈ ഷെക്കേന ടെലിവിഷൻ, നമ്മുടെ ഷാലോൺ ടെലിവിഷൻ, നമ്മുടെ ഗുഡ്നസ് ടെലിവിഷൻ, ഈ മിനിസ്ട്രികളൊക്കെ ഇത് സ്വർഗത്തിൻ്റെ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണ്. നാളുകളായി, വർഷങ്ങളായി സ്വർഗം ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു വലിയ സ്വർഗത്തിന്റെ സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണിത്. ഈ മാധ്യമങ്ങളിലൂടെ സത്യമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അനേക മക്കളെ നമുക്കതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ഷെക്കേന മിനിസ്ട്രിയെ, ഇതുപോലുള്ള ധാരാളം ക്രിസ്തീയ മാധ്യമങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവേ അഭിഷേകം ചെയ്ത് നയിക്കണമേ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അടക്കി ഭരിക്കുന്ന ഹൃദയങ്ങളെ, ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. അത്ഭുതകരമായ ഇടപെടൽ അനേക കുടുംബങ്ങളില്, അനേക രാജ്യങ്ങളില് ഈ സമയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ നിലവിളി അനേക മാതാപിതാക്കളുടെ ഹൃദയങ്ങളില് ഒരു സ്വപ്നമായി സ്വീകരിക്കാൻ കർത്താവ് അവസരം കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോലെ പെയ്തിറങ്ങി വാ, കരങ്ങളടിച്ച് പോലെ പെയ്തിറങ്ങി വാ, മഴ 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 പോലെ പെയ്തിറങ്ങി വാ. ഒറ്റ വിളി യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട റാണി ചേച്ചിയിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നു, പരിശുദ്ധ അമ്മ നമ്മളോട് സംസാരിക്കുന്നു. സ്വർഗത്തിൻ്റെ ആ വലിയ സന്ദേശത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഹൃദയ തുറവിയോടെ റാണി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. 1997 ഓഗസ്റ്റ് 31 അമ്മ പറഞ്ഞു, മക്കളെ മുട്ടുകുത്തി കരുണയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മക്കളെ, നിങ്ങളാൽ കഴിയും വിധം പരിഹാരവും പ്രായശ്ചിത്തവും ചെയ്ത് കരുണയ്ക്കായിട്ട് യാചിക്കണം. എളിമയിലൂടെയും വിധേയത്വത്തിലൂടെയും മാത്രമേ കർത്താവിൻ്റെ പ്രഭാവം പ്രവർത്തിക്കൂ എന്ന് അമ്മ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. മക്കളെ, പ്രാർത്ഥിക്കുക, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, കരുണയ്ക്കായി പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്ത മനോഭാവത്തോടുകൂടെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. എളിമയോടെ വിധേയത്വത്തോടെ കർത്താവിൻ്റെ പ്രഭാവം, മഹത്വത്തിൻ്റെ സാന്നിധ്യം ലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രാർത്ഥിക്കുക എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തുടർന്ന് അമ്മ പറയുന്നത് അമ്മയുടെ ജനന തിരുനാളിന് 8 ദിവസത്തെ ഒരുക്കത്തെക്കുറിച്ചാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 8 വരെ പ്രത്യേകമായി ഉപവസിച്ചും നോമ്പെടുത്തൊക്കെ പ്രാർത്ഥിക്കുന്ന മക്കളാണല്ലോ നമ്മിൽ പലരും. അത് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട് അത് എന്തിനാണെന്ന്, അത് അത്ര നിർബന്ധമായ കാര്യമാണോ എന്ന്. അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അമ്മ മാതാവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ ബർത്ത്ഡേക്ക് ഒരുക്കമായിട്ട് മക്കൾ അങ്ങനെ ചെയ്യുന്നത് അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ്. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, പരിഹാരം ചെയ്യണം, നോമ്പെടുക്കണം, അത് നല്ലതാണ്. അമ്മ പറയാ, എൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും 8 ദിവസത്തെ അനുഷ്ഠാനങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുക. സ്നേഹത്തിൻ്റെ മഹാത്ഭുതം ഭൂമിയിലെ മക്കൾക്ക് അനുഭവിക്കാൻ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം ഇനിയും എത്രയോ ആയിരങ്ങളിൽ പൂർത്തീകരിക്കപ്പെടണം. അങ്ങനെ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ത്യാഗങ്ങൾ ചെയ്യണ്ടേ? നമ്മൾ ഈ ത്യാഗങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അത് മാതാവിന് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയും
ഈ ലോകത്തിലുള്ള ഓരോ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അമ്മ അത് ഉപയോഗപ്പെടുത്തുന്നത് അങ്ങനെയാ. ഞാൻ ഒരു നേരത്തെ ഉപവാസം എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കൊച്ചു ഭക്ഷണം ഉപേക്ഷിച്ചിട്ടോ ഒരു ചെറിയ ആഗ്രഹം മാറ്റി വെച്ചിട്ടോ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇതൊന്നുമില്ലാതെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വിലയുണ്ട് അതിന്. ആ പ്രാർത്ഥന എടുത്ത് എനിക്ക് വേണ്ടിയും ലോകം മുഴുവനിലുള്ള അനേക മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും അമ്മ എടുത്ത് ഉപയോഗിക്കുക. ഇതാണ് മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിന് കൊടുക്കാനുള്ളത്. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഒരു കുഞ്ഞു കാര്യം പ്രശംസിക്കപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുക, വിനയത്തോടായിരിക്കാൻ ആഗ്രഹിക്കുക, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ഉപവാസത്തിൻ്റെ ഓരോ വേർഷൻസാണ്, ഓരോ തലങ്ങളാണ്. നമ്മൾക്ക് അങ്ങനെയൊക്കെ പരിശീലിക്കാം. അമ്മ പറയാം, ഞാൻ ആരാധനയുടെയും പരിഹാര പ്രവർത്തനങ്ങളുടെയും അമ്മയാകുന്നു. എൻ്റെ അമ്മേ, എന്തൊരു നല്ല അമ്മയാ അമ്മ മാതാവ്. ആരാധനയുടെ അമ്മ. അമ്മയുടെ ഉദരത്തിൽ വചനമായ ഈശോയെ രൂപപ്പെടുത്തിയ നിമിഷം മുതൽ അമ്മ ദൈവത്തെ ആരാധിച്ചു, യേശുവിനെ ആരാധിച്ചു. അതിനു മുൻപേ ത്രിയേക ദൈവത്തെ ആരാധിച്ച് ദേവാലയത്തിൽ വളർന്നവളാ അമ്മ. ആ കൊച്ചു ബാലിക, 17 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ആ കൊച്ചു പെണ്ണിൻ്റെ ഉദരത്തിൽ, പെണ്ണെന്ന് വിളിക്കുന്നത് ബഹുമാനില്ലാത്ത അല്ലാട്ടോ, ലോകത്തിലായിരിക്കുമ്പോഴുള്ള ആ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചതാ. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ സൃഷ്ടാവ് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് സംഭവിച്ച കാര്യമല്ല കേട്ടോ. അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാ, കുഞ്ഞേ, ഞാൻ ജനിച്ച നിമിഷം മുതൽ ആരാധനയായി മാറിക്കൊണ്ടിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ അങ്ങനെ വളർത്തി. എൻ്റെ മാതാപിതാക്കൾ എന്നെ ദേവാലയത്തിൽ സമർപ്പിച്ചു. അവിടെ ആയിരുന്നപ്പോൾ ലഭിച്ചിട്ടുള്ള ശിക്ഷണങ്ങളും മാതൃകകളും ധ്യാന നിമിഷങ്ങളിലൂടെ ലഭിച്ചിട്ടുള്ള ഉൾക്കാഴ്ചകളും ദൈവത്തെ ആരാധിക്കുക എന്നതൊഴികെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ വലുതായിട്ടില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു എന്നാ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അമ്മ പറയുന്നേ, ഞാൻ ആരാധനയുടെയും പരിഹാര പ്രവർത്തനങ്ങളുടെയും അമ്മയാകുന്നു. ഞാൻ ആരാധനയും പരിഹാര പ്രവർത്തനവും ചെയ്യുന്നൊരു സ്ത്രീയാണെന്നല്ല അമ്മ പറഞ്ഞത്, അമ്മയാകുന്നു. അമ്മയ്ക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ഒരുവളെ അമ്മയെന്ന് നമ്മൾ വിളിക്കും. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പലതര ശാരീരികവും മാനസികവുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുക്കം നടത്തേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ ഒരുവൾ അമ്മയാകുന്നത്. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തുകൊണ്ടത് മാത്രം ആരും അമ്മയാകുന്നില്ല. സ്വന്തം കുഞ്ഞിനെ വെട്ടിക്കൊല്ലുന്ന അമ്മമാർ എൻ്റെയും നിങ്ങളുടെയൊക്കെ ഇടയിലൂടെ ജീവിക്കുന്നുണ്ട്. കാരണം എന്താ? ആരാധനയാകാത്ത അമ്മമാർ ലോകത്ത് വർദ്ധിച്ചിരിക്കുന്നു. ആരാധനയായി മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ഒരു ആരാധന പാത്രമാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെയുള്ള ലോക ആരാധനയ്ക്കായി ഈ ജീവിതം മാറ്റപ്പെടുത്തുമ്പോൾ ദൈവ ആരാധനയാകുന്ന അമ്മമാര് ലോകത്ത് നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കയ്യിൽ കഠാരയും കത്തിയുമായിട്ട് ജന്മം കൊടുത്ത കുഞ്ഞിന് നേരെ ചീറിപ്പാഞ്ഞെടുത്ത് കാമുകന്റെ കൂടെ ജീവിക്കാനായിട്ട് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ വെട്ടിക്കൊന്നിട്ട് ഒളിച്ചോടുന്ന അമ്മമാരുടെ കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നേ. പാപം 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 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. ഭൂമി വിറകൊള്ളുന്നു. ഉഗ്രകോപത്താൽ ഭൂമി വിറകൊള്ളുന്നു എന്ന അമ്മയുടെ തുടർ സന്ദേശങ്ങളിലൊക്കെയുണ്ട്. എന്തേ ജന്മം കൊടുത്ത് ജീവന്റെ സംരക്ഷകയാകേണ്ട അമ്മ, അപ്പൻ ഇന്ന് ജീവനെ കൊല്ലുകയാണ്. ആരാധനയാകുന്നില്ല ജീവിതം. ദൈവത്തെ ആരാധിക്കുന്ന ചിന്തകൾ, ദൈവത്തെ ആരാധിക്കുന്ന പ്രവൃത്തികൾ, ദൈവത്തെ ആരാധിക്കുന്ന വിചാരങ്ങൾ, വികാരത്തിൽ പോലും ദൈവ വിചാരമുണ്ടെങ്കിൽ ആരാധനയായി തീരും മനുഷ്യന്റെ ജീവിതം. അതിനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് അതിനാണ്. ലോകത്തോട് മല്ലടിച്ച്, ശത്രുവിനോട് പോരാടി, പിശാചിനെ ജയിച്ച് സ്വർഗത്തിൽ ആനന്ദം കണ്ടെത്താനുള്ള ആത്മാവിനെ ഈ ശരീരത്തിൽ നിക്ഷേപിച്ചു തന്നിട്ട് ദൈവം ലോകത്തിലേക്ക് അയച്ചിരിക്കുക നമ്മളെ ഓരോരുത്തരെയും. ജീവിക്കണം ആരാധനയായി, പ്രായശ്ചിത്തത്തിന്റെ അടയാളമായിട്ട്. ദൈവത്തോട് മനുഷ്യൻ കാണിക്കുന്ന നിന്ദകൾക്കും അപമാനങ്ങൾക്കും എല്ലാ കാരണങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യുന്ന മനുഷ്യനാകണം നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. മക്കളെ, തിരുസഭ അജപാലകനായ മാർപ്പാപ്പയ്ക്കും
അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്ത് ക്രിസ്തീയതയെ നയിക്കുന്ന ഏറ്റവും ഉന്നത സ്ഥാനീയനായി നിൽക്കുന്ന മാർപ്പാപ്പ, ആ മാർപ്പാപ്പയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ മക്കളായ നമ്മൾ പ്രാർത്ഥിക്കണം. തിരുസഭ വളരെയേറെ താളം തെറ്റിയിരിക്കുന്നു. പരിശുദ്ധ അമ്മ 1997 ഓഗസ്റ്റ് 31 പറയാ, ഞാനത് വിശകലനം ചെയ്യാൻ ആളല്ല. താളം തെറ്റിയ അനുഭവങ്ങളിലൂടെ സഭ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് ഞാനും നിങ്ങളും മറ്റൊരു വ്യക്തിയുടെ മുൻപിൽ സഭയെക്കുറിച്ച് കുറ്റം പറയരുത്. സഭ നമ്മുടെ അമ്മയാണ്. ആ പിള്ളത്തൊട്ടിലേക്കാണ് നമ്മൾ പിറന്നു വീണത്. ആ പിള്ളത്തൊട്ടിലിൽ കല്ലുകളും മുള്ളുകളും താളപ്പിഴകളും സംഭവിക്കുമ്പോൾ അമ്മയെ തള്ളിപ്പറഞ്ഞ് വലിയവനോ വലിയവളോ ആകരുത്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ മാതാവിൻ്റെ നൊമ്പരമാണത്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഹനത്തിൻ്റെ മണിക്കൂറിൽ യേശുവിനോടൊപ്പം ആയിരിക്കാൻ എന്നോടൊപ്പം തിരുസഭാ തനയർ ഒരുങ്ങുന്നതിനായിട്ട് പ്രാർത്ഥിക്കുക. 1997 സെപ്റ്റംബർ 8 അമ്മ പറഞ്ഞു, മക്കളെ, വചനം മാംസമാകുന്നതിനായി അനാദിയിലെ നിശ്ചയിച്ചുറപ്പിച്ചതനുസരിച്ച് ഒരു നിസ്സാര മനുഷ്യ വ്യക്തിയായി ഞാൻ ജനിച്ചതിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. എൻ്റെ ജനന സമയം പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവുമായി സ്നേഹത്തോടുകൂടെ ബന്ധപ്പെടുകയും സകല പാപങ്ങളിൽ നിന്നും മോചനം നൽകുകയും ചെയ്തു. ഇത് പറയുമ്പോൾ ആരും ചിന്തിക്കരുതേ മാതാവ് ഉത്ഭവപാപത്തിൽ ജനിച്ചവളാണോ എന്ന്. അല്ല, പരിശുദ്ധ അമ്മയുടെ ജനന സമയം, അതായത് ശിശു ഉദരത്തിൽ ഉരുവാകുന്ന സമയം തന്നെ പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അമ്മയുടെ ജനനം ഉത്ഭവപാപമില്ലാതെയാക്കിയെന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. അതൊരു രക്ഷാകര പ്രവർത്തനത്തിൻ്റെ തുടക്കം മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരൊറ്റ ദിവസം ഒരു സന്ധ്യയ്ക്ക് ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്നതിലൂടെയല്ല രക്ഷാകര സംഭവങ്ങളുടെ തുടക്കം നടക്കുന്നത്. അമ്മയുടെ ജനനം അതൊരു രക്ഷാകര പ്രവർത്തനത്തിൻ്റെ തുടക്കം മാത്രം. നൂറ്റാണ്ടുകളായി പ്രവചിക്കുകയും ജനം കാത്തിരിക്കുകയും ചെയ്ത വീണ്ടെടുപ്പ് ചരിത്രത്തിലെ യഥാർത്ഥ സംഭവമായി മാറ്റുവാൻ ഒരുക്കുകയായിരുന്നു എന്നെ എന്നാണ് അമ്മ പറയുക. ലോകരക്ഷകനും നായകനുമായ യേശുവിന് ജന്മമേകുവാനാണ് ഞാൻ ജനിച്ചത്. അമ്മ ജനിച്ചത് എന്തിനാ? യേശുവിന് ജന്മമേകാനാണെന്ന് അമ്മ ഇപ്പോഴും പറയുന്നേ. ഞാനും നിങ്ങളും ജനിച്ചത് എന്തിനാ? യേശുവിന് മേകാനല്ലേ? യേശുവിൻ്റെ ജന്മങ്ങളല്ലേ നമ്മള്? യേശുവിൻ്റെ ജീവനല്ലേ നമ്മളിൽ തുടിക്കുന്നേ? ആ യേശുവാകുന്ന വചനത്തിന് ജീവൻ കൊടുക്കുമ്പോഴല്ലേ നമ്മൾ യേശുവിന് ജന്മം കൊടുക്കുന്നത്? പരിശുദ്ധ കന്യകാമറിയം യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് ഒരു ഉപാധിയായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ തന്നെ സ്പിരിച്വൽ അബോർഷൻ നടത്താതെ ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വചനത്തിന് മാംസവും രക്തവും ചൂടോടെ നൽകി ക്രൂശിക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെ, സഹിക്കുകയാണെങ്കിൽ അങ്ങനെ, സന്തോഷമാണെങ്കിൽ അങ്ങനെ, ഏത് വിധത്തിലാണെങ്കിലും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ദൈവത്തിന് ജന്മം കൊടുക്കാൻ വിളിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി എന്ന ഈ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അമ്മ പറയാ, ലോകരക്ഷകനും നായകനുമായ യേശുവിന് ജന്മമേകുവാനാണ് ഞാൻ ജനിച്ചത്. അതിനാണ് മക്കളെ നിങ്ങളും ജനിച്ചത് എന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നു. മക്കളെ, ഇതെല്ലാം ചരിത്ര സംഭവങ്ങളായി നിലകൊള്ളേണ്ട കാര്യം മാത്രമല്ല, പാപത്തിന് തോൽവി സമ്മതിക്കേണ്ട കാലം ഇതാ എത്തിയിരിക്കുന്നു. ദുഷ്ടന്റെ പരാജയത്തിലൂടെ പരിപൂർണ നവീകരണം സ്വായത്തമാക്കാൻ എല്ലാ സൃഷ്ടികളും ഇനി ഒരുങ്ങേണ്ടിയിരിക്കുന്നു. പാപത്തിനും വെറുപ്പിനും ഇരയായവർ എൻ്റെ മക്കളാണ്. അമ്മ ഇത് എടുത്തു പറയുന്നത് എന്തുകൊണ്ടെന്നോ, പൂർണ്ണ നവീകരണം സംഭവിക്കണമെങ്കിൽ എല്ലാ സൃഷ്ടികളും ഒരുങ്ങണം. എല്ലാ സൃഷ്ടികളും എന്ന് പറയുമ്പോൾ സസ്യലതാദികളും പക്ഷിമൃഗാദികളും വർണ്ണഭേദമന്യേ, ജാതി മത വർണ്ണഭേദമന്യേ എല്ലാ മനുഷ്യരും ഒരുങ്ങണം കർത്താവിൻ്റെ ദ്വിതീയ ആഗമനത്തിന്. അതിന് ദുഷ്ടന്റെ പരാജയം സംഭവിക്കണം. ആരാണ് ദുഷ്ടൻ? തിന്മ. എന്താണ് തിന്മ?
പാപത്തിലൂടെ കടന്നു വരുന്ന അവസ്ഥയാണ് തിന്മ. തിന്മ ചെയ്യുമ്പോൾ പാപം ചെയ്യുന്നു. ഈ പാപത്തിന് പരിപൂർണമായൊരു പരാജയം സംഭവിക്കാനായിട്ടാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. ആ യേശുവിൻ്റെ ജീവിത പാത പിന്തുടർന്ന് ആ വചനത്തെ, ദൈവത്തെ തന്നെ ഹൃദയത്തിൽ സ്വീകരിച്ച് ശരീരം വിശുദ്ധീകരിച്ച് ആത്മാവ് പൂർണ്ണമാക്കി ദൈവിക നന്മയുടെ വഴിയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ആത്മാക്കളുടെ രക്ഷയെ പ്രതിയുള്ള ജീവത്യാഗ സഹന ജീവിതമാണ് ഇവിടെ പരിശുദ്ധ അമ്മ ഉദ്ദേശിക്കുന്നത്. അമ്മ പറയാണ്, പാപത്തിനും വെറുപ്പിനും ഇരയായ കുറെ മക്കളുണ്ട് ലോകത്തില്. അവരും എൻ്റെ മക്കൾ തന്നെയാ. അവരും തിരിച്ചു വരണമെന്ന അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ഈ സമയം നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി നിന്നുകൊണ്ട് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന ഈശോയെ, ദിവികാരുടെ നാഥനായ ഈശോയെ, അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചേർന്ന് നമുക്ക് പാടി ആരാധിച്ച് മഹത്വപ്പെടുത്താം. ആരാധന 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 ആരാധന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആരാധന ഹൃദയം സ്വർഗത്തിന്റെ വേദനയോട് നമ്മുടെ വേദനകളെ ചേർത്ത് വെച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, തകർന്ന ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇസ്രായേലിൻ രാജനെ ആരാധന 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 ആരാധന. ശ്വാസം ക്ഷയിച്ചു പോയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം, നമ്മുടെ യുവതി യുവാക്കളെ, ലോകം മുഴുവനുമുള്ള ദൈവത്തിന്റെ സകല മക്കളെ, വിശ്വാസം ക്ഷയിച്ചു പോയ ദൈവജനത്തെ കർത്താവിന്റെ കരങ്ങളിലെ പരിശുദ്ധ അമ്മയുടെ വില ഹൃദയത്തിലൂടെ കൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാൻ പ്രിയപ്പെട്ടവരെ. ഹൃദയം തുടങ്ങി സ്തുതിക്കട്ടെ, അതരം തുറന്ന് സ്തുതിക്കട്ടെ. പരിശുദ്ധനായവന്റെ പരിശുദ്ധ നാമം ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സാത്താൻ അടിച്ചമർത്തി വെച്ചിട്ടുള്ള, അടിമകളാക്കി വെച്ചിട്ടുള്ള സകല മക്കളുടെ മേൽ അത്ഭുതകരമായ വിടുതലുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. സ്വരമുയർത്തി സ്വരമുയർത്തി യേശുവേ എന്ന് പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മാലാഖ വന്ന് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന. എന്റെ ദൈവമേ, ഞാനങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാനങ്ങയെ ആരാധിക്കുന്നു, ഞാനങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാനങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കരങ്ങളടിച്ച് സത്യത്തിലും ആരാധിക്കും ശക്തിയോടെ രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ. ആമേൻ. മുടമുടയും തീകത്തിടും ആരാധനയെങ്കിൽ. രോഗം മാറും,
ക്ഷീണം മാറും ആരാധനയെങ്കിൽ സംഭവിക്കും. മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധന 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 ആരാധിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ. ദൈവത്തെ ആരാധിക്കാത്ത മക്കൾക്ക് വേണ്ടി, ദൈവത്തെ സ്നേഹിക്കാത്ത മക്കൾക്ക് വേണ്ടി, ദൈവത്തിൽ വിശ്വസിക്കാത്ത മക്കൾക്ക് വേണ്ടി, ദൈവജനമേ ദൈവത്തെ ആരാധിക്കുക. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി ദൈവത്തെ ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരം ഉയർത്തി വിളിക്കുന്നു. അത്ഭുത വിടുതൽ അനേക മക്കളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹം കടന്നു വരുന്നു. അനേക മക്കളുടെ ബുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരത്തിന്റെ അരൂപിയെ കർത്താവ് എടുത്തു മാറ്റുന്നു. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നിടത്തോളം ഈ ആരാധനയുടെ മണിക്കൂർ ത്യാഗം സഹിച്ച് മുട്ടുകുത്തി നിന്നു, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. എത്രമാത്രം ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും ത്യാഗം നമുക്ക് ദൈവ സന്നിധിയിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. ഫാത്തിമയില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട 3 കുട്ടികൾ, ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ. ആ കുഞ്ഞുങ്ങളുടെ അരികില് സ്വർഗത്തിലെ മാലാഖ വന്ന് പഠിപ്പിച്ച മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന അതിങ്ങനെയാണ്: എൻ്റെ ദൈവമേ, ഞാനങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാനങ്ങയെ ആരാധിക്കുന്നു, ഞാനങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നുവെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന പലയാവർത്തി നമ്മളിത് പറഞ്ഞു പ്രാർത്ഥിക്കണം. നമുക്കിപ്പോൾ സ്ക്രീനിലെ പ്രാർത്ഥന കാണിക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രാർത്ഥനയൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സാധിക്കുന്നവർ 2 കരങ്ങളും ഈശോയുടെ മുമ്പിലേക്ക് ഉയർത്തിപ്പിടിക്കാം. വിശ്വാസം നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടി, ദൈവനിഷേധികളായ മക്കൾക്ക് വേണ്ടി, ദൈവദൂഷകരായ മക്കൾക്ക് വേണ്ടി, ദൈവത്തെ ആരാധിക്കാത്ത മക്കൾക്ക് വേണ്ടി നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി എന്ന് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് സ്വരം ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ കരവൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ സമയത്ത് മുട്ടുകുത്തി നിൽക്കാൻ പറ്റുന്നവരെല്ലാം മുട്ടുകുത്തി നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുക, പ്രാർത്ഥനയിലൂടെയും നിന്റെ സഹനത്തിലൂടെയും നിന്റെ മക്കളെ നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. നമ്മൾ ഒറ്റയ്ക്കല്ല പ്രിയപ്പെട്ടവര്, പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ വ്യാകുലം നിറഞ്ഞ ഹൃദയത്തിന്റെ വേദന, അമ്മയുടെ ചങ്കിന്റെ നൊമ്പരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ അമ്മ നമ്മുടെ കൂടെ മുട്ടുകുത്തിയിട്ടുണ്ട്. ചേച്ചി അതല്ലേ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മ നമ്മുടെ അരികിൽ വന്ന് നമ്മോട് ചേർന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമെന്ന്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ത്യാഗം സഹിച്ച് ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകളെ ലോകം മുഴുവനുമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി,
നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, തകർന്ന കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി, വിശ്വാസം നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് അങ്ങയെ വേണ്ടി, സ്നേഹിക്കാത്തവർക്ക് വേണ്ടി അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് അങ്ങയെ വേണ്ടി, സ്നേഹിക്കാത്തവർക്ക് വേണ്ടി അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ അങ്ങയോട് മാപ്പ് കരങ്ങൾ ചോദിക്കുന്നു. ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കാമോ? യേശുവേ, 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 കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ, ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. ദൈവനിഷേധികളായ മക്കളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. ദൈവവിശ്വാസം നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. തകർന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. അങ്ങയുടെ മക്കളെ അങ്ങ് തുടരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകരുണ ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ഈശോ, 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 ഈശോ. കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാം പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനയിൽ നിന്നും ഉദാശാനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമൊക്കെ അകന്നുപോയി ദൈവത്തെക്കുറിച്ച്, ഉദാശകളെക്കുറിച്ച്, ദൈവത്തിൻ്റെ വചനത്തെ പറ്റിയൊക്കെ വികലമായ ചിന്തകൾ, മ്ലേച്ഛമായ ചിന്തകൾ, വികൃതമായ ചിന്തകൾ ഹൃദയത്തിൽ കൊണ്ടു കിടക്കുന്ന മക്കള്, യാന്ത്രികമായി ജീവിക്കുന്ന മക്കള്, പിശാചിനടിപ്പെട്ട് പിശാചിന്റെ ഭവനങ്ങളായി തീർന്നു പോയ മക്കള്, അവർ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈ സമയം അത്ഭുതകരമായ വിടുതലിന്റെ സമയമാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വലിയൊരു അഗ്നി അയച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ വേണ്ടി എഫേസസ് ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടു പോയി. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച മക്കള്, ഭോഗാസക്തിക്ക് അടിമകളായ മക്കള്, ചെടിക പാപത്തിന് അടിമകളായ മക്കള്, മയക്കുമരുന്നിന് അടിമകളായ മക്കള്, പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത ശക്തി നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ? അപ്പോസ്തല പ്രവർത്തനങ്ങള് 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി ജയിലിൽ കിടക്കുന്ന സമയത്ത് സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനെ തൊട്ടു, ചങ്ങലകൾ പൊട്ടി, പത്രോസ് മോചനം പ്രാപിച്ചു. ഈ രാത്രിയില് ലോകം മുഴുവനുമുള്ള ആയിരക്കണക്കിന് മക്കള് ഷെക്കന ടെലിവിഷനിലൂടെ, നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മക്കള് പത്രോസിന് വേണ്ടി ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ ലോകം മുഴുവനുമുള്ള ദൈവം നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ ഉറപ്പോടെ പറയട്ടെ, ദൈവത്തിന്റെ ശക്തി ഈ സമയത്ത് അനേക കുഞ്ഞുങ്ങളെ, അനേക യുവതിവാക്കളെ തൊടാൻ പോവുക. പത്രോസിനെ കെട്ടിയിരുന്ന ചങ്ങല പൊട്ടിച്ച ദൈവം നിരീശ്വരവാദത്തിന്റെ ചങ്ങല, യുക്തിവാദത്തിന്റെ ചങ്ങല, ദൈവനിഷേധത്തിന്റെ ചങ്ങല, ദൈവദൂഷണത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്റെ മക്കളെ മോചിപ്പിക്കാൻ പോവുക. അതെ, സംഭവിക്കും, സംഭവിക്കാൻ പോവുക. ഈ സമയത്ത് കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് കൊടുക്കാൻ നമ്മുടെ മക്കളെ, നമ്മുടെ കർത്താവ് അവരെ തൊടാൻ വേണ്ടി രണ്ട് കരങ്ങളും നമുക്ക് നമ്മുടെ ശിരസിലേക്ക് കമഴ്ത്തി വെക്കാം. ഇപ്പോൾ നമ്മൾ സമർപ്പിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയാ. ലോകം മുഴുവനുള്ള ദൈവം നഷ്ടപ്പെട്ടു പോയ മക്കളെയാ. കർത്താവേ, മോശ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മോശയുടെ പ്രാർത്ഥന കേട്ട് നീ ഇസ്രായേൽ മക്കൾക്ക് വിജയം നൽകിയ ദൈവമാണെങ്കിൽ, മോണിക്ക പുണ്യവതി 18 വർഷം തന്റെ മദ്യപാനിയായ വ്യഭിചാരിയായ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ മകനെ വിശുദ്ധീകരിച്ച ദൈവമാണെങ്കിൽ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക
എന്റെ അഗ്നി അയക്കണം കർത്താവേ, എന്റെ അഗ്നി അയക്കണം. ഏത് പാപത്തിന്റെ ചങ്ങലയും കത്തിച്ച് ചാരമാക്കുന്ന എന്റെ അഗ്നി അയച്ച് നിന്റെ മക്കളുടെ മേല് നീ നിന്റെ സ്നേഹം നിറയ്ക്കണം. സ്നേഹിക്കുന്ന ദൈവത്തെ അവർ കാണട്ടെ. അവർക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ച ഈശോയെ അവർ കാണട്ടെ. അവരുടെ മനസ്സിന്റെ ബോധ്യങ്ങളിൽ ആ ഈശോ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിച്ച് അവരുടെ കണ്ണുകളെ, അവരുടെ കാതുകളെ, അവരുടെ അതരത്തെ കർത്താവേ നീ സ്പർശിക്കണമേ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, അഗ്നിയാൽ അഗ്നിയാൽ ഞങ്ങളുടെ മക്കളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഈശോ അഗ്നി എന്നിൽ കത്തട്ടെ. സ്വരമുയർത്തി ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാക്കണമേ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. സ്വരമുയർത്തി പാടി പ്രാർത്ഥിക്കാം. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഓ കർത്താവേ, ലോകം മുഴുവനുള്ള മക്കളെ സമർപ്പിക്കണം. അഗ്നി എന്നിൽ കത്തട്ടെ. പിശാച് അടിമകളാക്കി മാറ്റിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കണം. കർത്താവേ, യുവതി യുവാക്കളെ സമർപ്പിക്കാൻ നമുക്ക്. അഗ്നി എന്നിൽ ഭരണാധികാരികളെ സമർപ്പിക്കാൻ നമുക്ക്. ഈശോയേ, സ്പർശിക്കണമേ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അത്ഭുതകരമായൊരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന നമുക്ക്. പത്രോസിനെ കെട്ടിയിരുന്ന ചങ്ങല പൊട്ടിച്ച ദൈവമേ, ഞാൻ തിളങ്ങുന്ന ഈ സമയത്ത് നിന്റെ അത്ഭുത ശക്തി അനേക മക്കളിലേക്ക് കടന്നു വരാനിടയാക്കണം. സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കുക. ആ നാമത്തിൽ ശക്തിയുണ്ട്. സാത്താനെ തോൽപ്പിച്ചവനായ ഈശോ, സാത്താന്റെ തലയെ തകർത്തവനായ ഈശോ, ഈശോയേ, ഈശോ, ഈശോ, സ്വരമുയർത്തി യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതകരമായ വിടുതൽ ബന്ധനങ്ങളെ അഴിച്ച് അനേക മക്കളെ കർത്താവിനെ മോചിപ്പിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. ഞാൻ തിളങ്ങുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമയത്ത് ഒരിക്കൽ കൂടെ എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭവനങ്ങളിലായിരിക്കുന്നവര്, ഓഫീസുകളിലൊക്കെ ആയിരിക്കുന്നവര്, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങളോടൊത്ത് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ ഒരുമിച്ച് കൂടി സാധിക്കുമെങ്കിൽ കരങ്ങൾ, ഒരു ഭവനത്തിലുള്ള വ്യക്തികൾ കരങ്ങളൊക്കെ ഒന്ന് കോർത്ത് പിടിക്കാൻ നമുക്ക് ഹൃദയ ഐക്യത്തോടെ. നമ്മുടെ കരങ്ങളിൽ പരിശുദ്ധ അമ്മ പിടിച്ചിട്ടുണ്ട്, നമ്മുടെ കരങ്ങളിൽ ഈശോ പിടിക്കുന്നുണ്ട്. സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ദൈവത്തിന്റെ അത്ഭുത ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അനേക ഭരണകർത്താക്കള്, ലോകരാഷ്ട്ര നേതാക്കള് പോലും ദൈവത്തെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. മാധ്യമങ്ങളിലൂടെ ഇതാ ദൈവനിഷേധകരമായ കാര്യങ്ങൾ പങ്കുവെക്കാൻ ഇതാ ചില ഭരണാധികാരികൾ പോലും അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നു. സമയത്ത് നമുക്ക് അവരെ സമർപ്പിക്കാം. കർത്താവ് അവരെ തൊടും. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തില് ക്രൈസ്തവ സഭയെ തകർക്കാൻ ജീവിതം മാറ്റിവെച്ച സൗൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ബുദ്ധിയില് ഈശോയുടെ വചനം കടന്നു ചെന്നു. സൗൾ, സൗൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തിനാ? നീ എന്നെ എന്തിനാ പീഡിപ്പിക്കുന്നത്? ഇരുമ്പാടിമേൽ തൊഴിക്കുന്നത് നിനക്ക് നല്ലതല്ല. അവന്റെ ബുദ്ധി പ്രകാശിച്ചു. അവന് മനസ്സിലായി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് ക്രിസ്തുവിനെയാണ് പീഡിപ്പിക്കുന്നതെന്ന്. അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? അതൊരു സമർപ്പണമായിരുന്നു. പ്രിയപ്പെട്ടവര്, ഒരു കാലഘട്ടത്തില് ക്രൈസ്തവ സഭയെ ഇല്ലാതാക്കാൻ ജീവിതം മാറ്റിവെച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയെ തൊട്ടപ്പോൾ ആ വ്യക്തി
ക്രൈസ്തവ സഭയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന വ്യക്തിയായിട്ട് മാറി. സമർപ്പിക്കാൻ നമ്മൾ ലോകരാഷ്ട്രങ്ങൾ, രാഷ്ട്ര നേതാക്കന്മാര്, പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഗവൺമെന്റ്, ഭരണാധികാരികൾ എല്ലാവരും നമുക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഫ്രീമേഷൻ പോലുള്ള പൈശാചിക കൂട്ടുകെട്ടുകളിൽ അല്ലെങ്കിൽ സംഘടനകളിൽ, പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന അനേക മക്കളുണ്ട്. അവരെ മുഴുവൻ നമ്മൾ ഒരുമിച്ച് കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കോർത്ത കരങ്ങളിൽ ലോകത്തിലുള്ള സകല മക്കളെയും നമ്മൾ ചേർത്ത് വെക്കുക. മാലാഖ പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കാത്തവർക്ക് വേണ്ടി, സ്തുതിക്കാത്തവർക്ക് വേണ്ടി, യേശുവിനെ വിളിക്കാത്തവർക്ക് വേണ്ടി നമ്മളിപ്പോൾ വിളിക്കാൻ പോവുക. അത്ഭുതകരമായ വിടുതലിന് വേണ്ടി കാലങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായി കർത്താവേ, ഇടപെടണമേ കർത്താവേ, ഇടപെടണമേ കർത്താവേ. യേശുവേ, ഹല 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 ഹല. യേശുവേ, അണുശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളെ യേശുവേ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു കർത്താവേ, ഉയർത്തുന്നു കർത്താവേ. ഹല 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 ഹല. ബന്ധനം അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച്, കൈകൾ കൊട്ടി, സന്തോഷത്തോടെ, വിശ്വാസത്തോടെ ദൈവജനം പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ, ശക്തിയോടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശു നാമത്തിൽ, യേശു രക്തത്താൽ, യേശു നാമത്തിൽ, യേശു രക്തത്താൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. സംഭവിക്കും. യേശു നാമത്തിൽ, യേശു രക്തത്താൽ, യേശു നാമത്തിൽ, യേശു രക്തത്താൽ. അടിമച്ചങ്ങല അഴിയട്ടെ, യേശു നാമത്തിൽ. അടിമച്ചങ്ങല അഴിയട്ടെ, യേശു നാമത്തിൽ. പാപച്ചങ്ങല പൊട്ടട്ടെ, യേശു നാമത്തിൽ. പാപച്ചങ്ങല പൊട്ടട്ടെ, യേശു നാമത്തിൽ. യേശു നാമത്തിൽ, യേശു രക്തത്താൽ. യേശു നാമത്തിൽ, യേശു രക്തത്താൽ. യേശു നാമത്തിൽ, യേശു രക്തത്താൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കാറ്റായി കൊടുങ്കാറ്റായി റൂഹായി ഇവിടെ വീശട്ടെ. കാറ്റായി കൊടുങ്കാറ്റായി റൂഹായി ഇവിടെ വീശട്ടെ. തീയായി തീ മഴയായി റൂഹായി ഇവിടെ പെയ്യട്ടെ. 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 സഭയിൽ മഴയായി റൂഹായി ഇവിടെ പെയ്യട്ടെ. സഭയായി മഴയായി പെയ്യട്ടെ. കൃപയായി മഴയായി റൂഹായി ഇവിടെ പെയ്യട്ടെ. റൂഹായി ഇവിടെ പെയ്യട്ടെ. കൃപയായി കൃപ മഴയായി റൂഹായി ഇവിടെ പെയ്യട്ടെ. കരങ്ങളൊന്ന് കൂപ്പി പിടിക്കും പ്രിയപ്പെട്ടവരെ, കരങ്ങളൊന്ന് കൂപ്പി പിടിക്കാം. നമുക്ക് ഈ മണിക്കൂറുകൾ സ്വർഗം മുഴുവനും ദൈവത്തിന്റെ മാലാഖമാര്, വിശുദ്ധര് സന്തോഷിക്കുക. കാരണം ഈ ആരാധനയുടെ മണിക്കൂറുകളിൽ അനേക മക്കളുടെ മേല് കർത്താവിന്റെ ശക്തി കടന്നു വന്നിട്ടുണ്ട്. ഒരു പാപി അനുഭവിക്കുമ്പോ സ്വർഗം സന്തോഷിക്കുമെങ്കിൽ ഒന്നല്ല പ്രിയപ്പെട്ടവരെ, 100 കണക്കിന് ആത്മാക്കളുടെ മേല് നമ്മുടെ കണ്ണുനീര്, നമ്മുടെ ത്യാഗം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നിലവിളി ഇത് സ്വർഗം സ്വീകരിച്ചുകൊണ്ട് കർത്താവ് ഇടപെടുന്ന മണിക്കൂറായത്. പ്രിയപ്പെട്ടവരെ, ഇനി വരുന്ന 31 ദിവസക്കാലം, ഇനി വരുന്ന 31 ദിവസക്കാലം പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് മക്കള്
ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോയി. ആമേൻ. ഈ 40 ദിവസത്തെ ഈ പ്രാർത്ഥന ഇത് പ്രിയപ്പെട്ടവരെ, ഇത് വ്യക്തികളുടെ ബുദ്ധിയിൽ നിന്ന് വന്നതല്ല, വ്യക്തികളൊന്നും അല്ല ഇതിന് രൂപം കൊടുത്തത്, മറിച്ച് ഇത് സ്വർഗത്തിന്റെ സ്വപ്നമാണ്. ആ സ്വർഗത്തിന്റെ സ്വപ്നത്തിന്റെ 9-ാം ദിവസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ഇതിനേക്കാൾ ഇരട്ടി ജനം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് ഉറപ്പുണ്ട് 8.5 വർഷക്കാലം എൻ്റെ മാതാപിതാക്കള് എനിക്ക് വേണ്ടി ചെറിഞ്ഞ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും നിലവിളിക്കും വിലയുണ്ടായി. ഈ ദിവികാരുണ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനിത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, ലോകത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് അമ്മമാരുടെ, അപ്പച്ചന്മാരുടെ, ചേട്ടന്മാരുടെ, ചേച്ചിമാരുടെ, വൈദികരുടെ, സമർപ്പിതരുടെ, അഭിമന്യ പിതാക്കന്മാരുടെ ഒക്കെ നിലവിളിയുടെ മുമ്പില് സ്വർഗം ഇറങ്ങി വന്ന് അനേക മക്കള് വിടുവിക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സൗളിനെ പൗലോസാക്കി മാറ്റി സഭയുടെ ശക്തിയുള്ള പ്രേക്ഷിതനാക്കി മാറ്റിയതുപോലെ ഇന്ന് ദൈവം നിശ്ചയിത ജീവിതം നയിക്കുന്ന മക്കളെ നാളെ ഈ ഷെക്കന ടെലിവിഷനിലും ഷാലോൺ ടെലിവിഷനിലും ഇന്ന് തെരുവീതികളിലുമൊക്കെ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് പറയുന്ന പ്രേക്ഷകനാക്കി കർത്താവ് മാറ്റും. വിശ്വാസത്തോടെ നമുക്ക് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ മണിക്കൂറിൽ നമ്മൾ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന, മാലാഖമാര് ഫാത്തിമയിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന, എൻ്റെ ദൈവമേ ഞാനങ്ങേ ആരാധിക്കുന്നു, ഞാനങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാനങ്ങയെ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സാധിക്കുമെങ്കിൽ ഈ പ്രാർത്ഥന ഒരു ദിവസം പലയാവർത്തി അമ്മച്ചുമാരെ അടുക്കളയിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന ചൊല്ല്. അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പ്രാർത്ഥന ചൊല്ല്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളറിയുന്നില്ല, ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലുള്ള അനേക മക്കൾ, ദൈവനിഷേധികൾ, വിശ്വാസം നഷ്ടപ്പെട്ടവർ, അവരെല്ലാം അത്ഭുതകരമായി വിടുതൽ പ്രാപിക്കും. ഒരിക്കൽ കൂടെ ഈ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് നമുക്കൊന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന ഒരിക്കൽ കൂടെ ചൊല്ലിക്കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ പോയ കണ്ണുകൾ ഈശോയുടെ സന്നിധിയിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങൾ കൂപ്പി നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാനങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാനങ്ങയെ ആരാധിക്കുന്നു, ഞാനങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാനങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കരങ്ങൾ കൂപ്പി പിടിച്ച് മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്നേഹത്തോടെ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ആത്മാക്കളെ ആത്മാക്കൾക്ക് വേണ്ടി സ്തുതിക്കുന്നു കർത്താവേ. ആത്മാക്കളെ തരിക, സ്നേഹിക്കാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ എടുത്തുകൊള്ളുക, ആരാധിക്കാത്തവർക്ക് വേണ്ടി അങ്ങനെ ആരാധിക്കുന്നു കർത്താവേ. ആത്മാക്കളെ തരിക, എൻ്റെ സർവ്വം എടുത്തുകൊള്ളുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.